ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ചമ്മന്തി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എത്രയേറെ ബിസി ലൈഫായിരുന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനോട് ഒരു പ്രത്യേക തരം ഇഷ്ടം ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ഞാൻ പറമ്പിൽ പോയിട്ട് കുറേ ചീനമുളകും ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിലിട്ട് ഇങ്ങനെ കുത്തിച്ചതയ്ക്കാൻ നോക്കി. പക്ഷേ വിചാരിക്കുന്ന പോലെ കേട്ടോ, ഭയങ്കര തൊരടിപ്പണിയാണ് പിന്നെ മനസ്സിലായത്. അപ്പം ഞാൻ നേരെ ഒരു കൈലി എടുത്തിട്ട് അത് ഒരു ജാറിലേക്ക് മാറ്റി ഒന്ന് കറക്കിയെടുത്തു. ഒരുപാടൊന്നും അരിഞ്ഞിട്ടില്ല, ഒരു മിതമായ രീതിയിൽ കറക്കിയെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് തന്നെയാണല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത്. പക്ഷെ ഫൈനൽ ലുക്കും ഫൈനൽ ടേസ്റ്റും ഇതാണ്. അപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ മടിച്ചുകളായ മരുമക്കൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ചമ്മന്തി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എത്രയേറെ ബിസി ലൈഫായിരുന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനോട് ഒരു പ്രത്യേക തരം ഇഷ്ടം ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ഞാൻ പറമ്പിൽ പോയിട്ട് കുറേ ചീനമുളകും ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിലിട്ട് ഇങ്ങനെ കുത്തിച്ചതയ്ക്കാൻ നോക്കി. പക്ഷേ വിചാരിക്കുന്ന പോലെ കേട്ടോ, ഭയങ്കര തൊരടിപ്പണിയാണ് പിന്നെ മനസ്സിലായത്. അപ്പം ഞാൻ നേരെ ഒരു കൈലി എടുത്തിട്ട് അത് ഒരു ജാറിലേക്ക് മാറ്റി ഒന്ന് കറക്കിയെടുത്തു. ഒരുപാടൊന്നും അരിഞ്ഞിട്ടില്ല, ഒരു മിതമായ രീതിയിൽ കറക്കിയെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് തന്നെയാണല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത്. പക്ഷെ ഫൈനൽ ലുക്കും ഫൈനൽ ടേസ്റ്റും ഇതാണ്. അപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ മടിച്ചുകളായ മരുമക്കൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം.